നിയമങ്ങൾ പാലിക്കാതെ ഹൈവേയിൽ പാർക്ക് ചെയ്ത നാഷണൽ പെർമിറ്റ് ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ കരുളായി വരക്കുളം സ്വദേശി മങ്ങാട്ടുചാലി അബ്ദുറഹിമാനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെ പൂക്കോട്ടുംപാടം എടക്കര ഹൈവേയിൽ വരക്കുളം ടർഫിന് സമീപമാണ് അപകടം നടന്നത്. ജലജീവൻ മിഷനായി സ്ഥാപിക്കാനുള്ള പൈപ്പുകളുമായാണ് ലോറി രാത്രിയിൽ എത്തിയിരുന്നത്. വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ മാനദണ്ഡവും പാലിച്ചിരുന്നില്ല. പള്ളിയിൽ നിന്ന് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് മടങ്ങവേ അബ്ദുറഹ്മാൻ റോഡിൽ നിർത്തിയിട്ട ലോറി കാണാതെ പിറകിലിടിക്കുകയായിരുന്നു. ഉടനെ കരുളായിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ഇന്നലെ രാത്രി 10 ശേഷമാണ് ഈ വണ്ടി ഇവിടെ നിന്നത്. അതാരും അറിഞ്ഞിട്ടില്ല. വണ്ടി നിർത്തുമ്പോൾ ഒരു സിഗ്നൽ എന്തെങ്കിലും കൊടുക്കണം. ഇത് കൊടുക്കാതെ വരുന്ന ഈ ബൈക്ക് യാത്രക്കാർക്ക് മഴ പെയ്താൽ കണ്ണ് കാണില്ല മുന്നിൽ കൊല്ലാതെ. അങ്ങനെ പറ്റിയ അപകടമാണ്. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഇതിന് മുന്നേ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. നമ്മളെ കർണായിൽ നിന്ന് പോരുമ്പോൾ ബൈപ്പാസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിരുന്നു. അന്ന് ഞാനാണ് അവരോട് വണ്ടി മാറ്റി നിർത്താൻ പറഞ്ഞത്. എന്നിട്ടാണ് അവർ മാറ്റി നിർത്തിയത്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ വലിയ വിഷയങ്ങളുണ്ടാവും. ഈ വണ്ടി റോഡിലാണ് കിടക്കണത്. ലോറി വണ്ടി റോഡിലാണ് നടക്കുന്നത്. പകുതി മുക്കാൽ ഭാഗം റോഡ് ഫുള്ളല്ലേ? ഭാഗം ഇത് വൺ സൈഡ് റോഡല്ലേ. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു എന്തെങ്കിലും ഒരു സിഗ്നൽ വെക്കണം ഇവിടെ. ഇതിപ്പോൾ അയാൾ മെഡിക്കൽ കോളേജിലാണ്. വണ്ടി ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ലോ അല്ലേ? വണ്ടി ഇങ്ങനെ നിർത്തുമ്പോൾ അപകടം പറ്റി നിർത്തുമ്പോൾ എന്തെങ്കിലും സിഗ്നൽ വെക്കണം. ഇല്ലെങ്കിൽ ഒരു വണ്ടി നിർത്തി പോകുമ്പോൾ ഇതിൽ ഡ്രൈവർമാർ വരാറില്ല അവിടെ. ഈ വണ്ടി ഇവിടെ നിർത്തി പോകുമ്പോൾ ഇത്തിരി വലിയ വണ്ടി നിർത്തുമ്പോൾ ഡ്രൈവർമാർ ക്ലീനർമാർ വേണ്ടേ. പൂക്കോട്ടുംപാടം എടക്കര ഹൈവേയിൽ ഇത്തരത്തിൽ ലോഡുമായെത്തുന്ന ലോറികൾ പതിവാണ്. എന്നാൽ ബന്ധപ്പെട്ടവർ പാർക്കിംഗ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ രീതിയിൽ വാഹനങ്ങൾ നിർത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കാണ് കാരണമാവുന്നതെന്ന് നാട്ടുകാർ പറയുന്നു.